പ്രതിപക്ഷത്തെ പോലെ തന്നെ മോദിയുടെ കണ്ണിലെ കരടാണ് മാധ്യമങ്ങളും. ഈ ഭരണകാലത്ത് നേരിട്ടുമല്ലാതെയും മോദി തൂത്തെറിഞ്ഞ കുറച്ചു മാധ്യമങ്ങളെ പരിചയപ്പെടാം. ഒന്നാം സ്ഥാനം ലോകോത്തര മാധ്യമമായ BBC-ക്ക് തന്നെ. ഗുജറാത്ത് വംശഹത്യയിൽ നരേന്ദ്രമോദിയുടെ പങ്ക് വെളിപ്പെടുത്തിയ ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററി സംപ്രേഷണം ചെയ്തതിന് പിന്നാലെ BBC-യുടെ ഡൽഹി, മുംബൈ ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തി ജീവനക്കാരുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പുകളും പിടിച്ചെടുത്തു. റെയ്ഡല്ല, സർവേ മാത്രമെന്നായിരുന്നു വ്യാഖ്യാനം. റെയ്ഡുകൾ നിത്യസംഭവമായതോടെ ഇന്ത്യയിലെ നേരിട്ടുള്ള പ്രവർത്തനം BBC നിർത്തി. ജീവനക്കാരുടെ കൂട്ടായ്മയ്ക്കാണിപ്പോൾ ഇന്ത്യയിലെ വാർത്താ ചുമതല ഉള്ളത്. ദി വയർ BJP സർക്കാരിന്റെ കണ്ണിലെ കരടായ സ്ഥാപനമാണ് ദി വയർ. മാനനഷ്ട കേസുകൾ നൽകി നിശബ്ദമാക്കാനുള്ള ശ്രമങ്ങളെ വയർ കോടതിയിൽ നിരന്തരം നേരിട്ടു. BJP IT സെൽ തലവൻ അമിത് മാളവികയുടെ പരാതിയിൽ വയറിനെതിരെ ഡൽഹി പോലീസ് കേസെടുത്തു. ഓഫീസിലും സ്ഥാപക എഡിറ്റർമാരായ സിദ്ധാർത്ഥ് വരദരാജൻ, MK വേണു, സിദ്ധാർത്ഥ് ഭാട്ടിയ, ജൻവി സെൻ എന്നിവരുടെ വസതിയിലും പരിശോധന നടത്തി. UP-യിലെ കോവിഡ് പ്രതിരോധ നടപടികളുടെ വീഴ്ച റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ 2020 ഏപ്രിലിനും 21 ജൂണിനും ഇടയിൽ 4 കേസുകൾ എടുത്തു. ആദിത്യനാഥ് സർക്കാരിന്റെ നീക്കം സുപ്രീം കോടതി തടഞ്ഞു. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മാധ്യമ സ്ഥാപനങ്ങളിൽ നിക്ഷേപം നടത്തുന്നതിനെ കുറിച്ച് നൽകിയ വാർത്തയ്ക്കെതിരെ നടത്തിയ നീക്കം കോടതിയിൽ തോറ്റു. അമിത്ഷായുടെ മകൻ ജയ് ഷാ നൽകിയ മാനനഷ്ട കേസിൽ വിചാരണ തുടരുന്നു. 2014 BJP അധികാരത്തിൽ വന്ന ശേഷം ജയ് ഷായുടെ സാമ്പത്തിക വളർച്ച 6000 മടങ്ങ് ആയതിനെ കുറിച്ചായിരുന്നു വാർത്ത. അടുത്തത് ദി കാശ്മീർ വാല. ശ്രീനഗർ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിന് 2023 ഓഗസ്റ്റ് 23 മുതൽ രാജ്യത്ത് വിലക്ക് ഏർപ്പെടുത്തി. ജമ്മു കാശ്മീർ പോലീസിന്റെ പ്രത്യേക അന്വേഷണ വിഭാഗം സ്ഥാപനത്തിലെ കമ്പ്യൂട്ടർ അടക്കമുള്ള ഉപകരണങ്ങളെല്ലാം കണ്ടുകെട്ടി. 2022 ഫെബ്രുവരി 4-ന് എഡിറ്ററും സ്ഥാപകനുമായ ഫഹദ് ഷായെ പൊതുസുരക്ഷാ നിയമപ്രകാരം അറസ്റ്റും ചെയ്തു. പുൽവാമ വെടിവെപ്പുമായി ബന്ധപ്പെട്ട് നൽകിയ വാർത്തയുടെ പേരിലായിരുന്നു ആ നടപടി. ഫെബ്രുവരി 26-ന് ജാമ്യം ലഭിച്ചതിന് പിന്നാലെ വീണ്ടും അറസ്റ്റ് ചെയ്തു. ഫഹദ് 21 മാസം ജയിലിൽ കഴിഞ്ഞു. അടുത്തത് ദി സ്ക്രോൾ. നരേന്ദ്രമോദി ഏറ്റെടുത്ത ഡോമാരി ഗ്രാമത്തിലെ ഭക്ഷ്യക്ഷാമം റിപ്പോർട്ട് ചെയ്തതിനാണ് സ്ക്രോളിന്റെ എഡിറ്ററായ പ്രിയ ശർമ്മയ്ക്കെതിരെ വാരണാസി ജില്ലാ അധികൃതർ കേസെടുത്തത്. ലോക്ക്ഡൌണിനിടെ സാമൂഹ്യ അടുക്കള അടച്ചുപൂട്ടിയ വാർത്ത നൽകിയതിന് ക്രിമിനൽ ഗൂഢാലോചന കുറ്റവും ചുമത്തി. ഉച്ചഭക്ഷണ പദ്ധതിയിലെ തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്ത ജനസന്ദേശ് പത്രത്തിന് സർക്കാർ പരസ്യം നൽകുന്നതിന് പോലും നിർത്തി. പിന്നെ സാമ്പത്തിക തിരിമറി നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് 2 തവണ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയ ന്യൂസ് ലോണ്ടറി. 2021 ജൂണിലായിരുന്നു ആദ്യ പരിശോധന നടത്തിയത്. പിടിച്ചെടുക്കുന്ന വിവരങ്ങൾ ചോരുന്നത് സംബന്ധിച്ച് കോടതി ഇടപെടൽ IT വകുപ്പിന് വലിയ തിരിച്ചടിയായി. ന്യൂസ് ലോണ്ടറി സഹസ്ഥാപകൻ അഭിനന്ദ് സക്രിയുടെ സ്വകാര്യ വ്യവഹാരങ്ങൾ ചോർന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണമെന്നും ഡൽഹി ഹൈക്കോടതി IT വകുപ്പിനോട് നിർദ്ദേശിച്ചു. ദൈനിക് ഭാസ്കർ. 2021 ജൂലൈ 22-ന് ആദായ നികുതി വകുപ്പ് ദൈനിക് ഭാസ്കർ ഗ്രൂപ്പിന്റെ ഡൽഹി, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ 30 സ്ഥലത്ത് പരിശോധനകൾ നടത്തി. സർക്കാരിന്റെ കോവിഡ് പ്രവർത്തനങ്ങളിലെ വീഴ്ച തുറന്നു കാട്ടിയതിലുള്ള പ്രതികാരമായിരുന്നു ആ റെയ്ഡ്. UP-യിൽ പ്രധാന വാർത്താ ചാനലായ ഭാരത് സമാചാറിന്റെ ഓഫീസിലടക്കം വിവിധയിടത്ത് ആദായ നികുതി വകുപ്പ് പരിശോധനകൾ നടത്തി. കോവിഡ് കാലത്തെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിമർശിച്ചതിന് പിന്നാലെയായിരുന്നു ഈ നീക്കമുണ്ടായത്. അവസാനമായി സിദ്ദിഖ് കാപ്പൻ ഹാഫ് റസിൽ ദളിത് പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തുവെന്ന സംഭവം റിപ്പോർട്ട് ചെയ്യാനായി പോകുന്നതിനിടയിലായിരുന്നു മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പനെ UP പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. UPI ചുമത്തി ജയിലിലടച്ച സിദ്ദിഖിന് 846 ദിവസത്തിനു ശേഷമാണ് ജാമ്യം ലഭിച്ചത്. അങ്ങനെ മോദി പിടിക്കുള്ളിൽ ഞെരിഞ്ഞമർന്ന വാർത്താ ചാനലുകളാണ് എപ്പോഴും കൂടുതൽ. അവർക്ക് വേണ്ടി സ്തുതിപാടിയില്ലെങ്കിൽ മുച്ചൂടും മുടിപ്പിക്കുമെന്ന ശബ്ദമാണ് BJP അജണ്ട.